FCRA ഭേദഗതി ബില്ലിൽ പ്രതിഷേധം ശക്തമാക്കി CBCI. ബില്ലിനെ ശക്തമായി എതിർക്കണമെന്നാവശ്യപ്പെട്ട് MP-മാർക്ക് കത്ത് നൽകും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ വിവാദ FCRA ഭേദഗതി ബിൽ പരിഗണിക്കാനിരിക്കെയാണ് നീക്കം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാണ് കഴിഞ്ഞ സമ്മേളനത്തിൽ ബിൽ മാറ്റിവെച്ചത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇപ്പോൾ FCRA ഭേദഗതി ബില്ലിൽ CBCI പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട്? ഏതു തരത്തിലാണ് പ്രതിഷേധം പ്രകടിപ്പിക്കാനിരിക്കുന്നത്? MP-മാർക്ക് നേരത്തെ തന്നെ ഒരു ഘട്ടം കത്ത് നൽകിയെന്നതാണ്. ബജറ്റ് സമ്മേളനത്തിൽ സമാനമായി എല്ലാ MP-മാർക്കും ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ സഭ നേതൃത്വം എന്ന നിലയിൽ CBCI കത്തു നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം 3 മണിക്ക് ദില്ലിയിലെ CBCI ആസ്ഥാനത്ത് സഭാ നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഏതായാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് CBCI വ്യക്തമാക്കുന്നത്. ക്രൈസ്തവ സഭാ നേതൃത്വം അമിത്ഷായെ നേരിട്ട് കണ്ട് ദില്ലിയിൽ കർത്തവ്യപഥത്തിലെ ഓഫീസിൽ നേരിട്ട് കണ്ടാണ് ഈ ബില്ലിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന അഭിപ്രായം പറയുകയും നിവേദനം നൽകുകയും ചെയ്തത്. നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിട്ടും ബില്ലുമായി മുന്നോട്ട് പോകുന്നതിൽ കടുത്ത പ്രതിഷേധമുണ്ട്. അത് എങ്ങനെ വേണം എന്നുള്ളത് കൂടിയാലോചിച്ച് തീരുമാനിക്കും. ഉച്ചയ്ക്ക് ശേഷം പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. ലൈസൻസ് നഷ്ടമാകുന്ന സ്ഥാപനങ്ങളുടെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന് മറ്റൊരു നിയന്ത്രണവുമില്ലാതെ കണ്ടുകെട്ടാൻ കഴിയും എന്ന വിവാദ നിർദ്ദേശമടങ്ങിയ FCRA ഭേദഗതി ബില്ലാണ് ഇപ്പോൾ പാസാക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതടക്കം 7 ബില്ലുകൾ ഈ വരുന്ന വർഷകാല സമ്മേളനത്തിൽ തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബില്ല്, ഒപ്പം വന്ദേ മാതരത്തിന് കൂടുതൽ പരിഗണന നൽകുന്ന ബില്ലടക്കം 7 ബില്ലുകളാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ മണ്ഡല പുനർനിർണയ ബിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന് അവതരിപ്പിക്കണമെങ്കിൽ ഏത് സമയത്തും പാർലമെന്റിലേക്ക് ബില്ലുമായി എത്താവുന്നതാണ്. പക്ഷേ FCRA ബിൽ ഇപ്പോൾ പാർലമെന്റിൽ ലോക്സഭയിൽ കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാണ്, കേരളത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ കേരളത്തിലെ BJP ഘടകത്തിന്റെ സമ്മർദ്ദം പരിഗണിച്ചുകൊണ്ടാണ് ബജറ്റ് സമ്മേളനത്തിൽ FCRA നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ചെങ്കിലും ചർച്ചയ്ക്കെടുക്കാതെ മാറ്റിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഫലം വന്ന ശേഷം ഇപ്പോൾ അടുത്ത സമ്മേളനം എന്ന നിലയിൽ ഇപ്പോൾ നടക്കുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതിപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.